ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മരുമകന്റെ മർദ്ദനമേറ്റ് അമ്മായിയമ്മ മരണപ്പെട്ടു. പുനലൂരിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിനിടയിൽ തടസ്സം പിടിക്കാനെത്തിയ അമ്മായിയമ്മയ്ക്കാണ് ദാരുണാന്ത്യം. പുനലൂർ HS വാർഡിൽ വലിയ കാലായിൽ ദർഭവിള വീട്ടിൽ 70-കാരിയായ സൈത്തും ബീവിയാണ് മരണപ്പെട്ടത്. ചവിട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ 60-കാരനായ മരുമകൻ ഉസ്മാൻ പോലീസ് പിടിയിലായി. ബുധനാഴ്ച വൈകിട്ടോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടാകുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഉസ്മാനും ഭാര്യ ഹസീനയുമായി വഴക്കിടുകയും ഹസീനയെ ഉസ്മാൻ മർദ്ദിക്കുകയും ചെയ്തു. ഇതുകണ്ട് തടസ്സം പിടിക്കാൻ എത്തിയതായിരുന്നു ഹസീനയുടെ മാതാവ് സൈത്തും ബീവി. ഇതിനിടെ കൂടുതൽ പ്രകോപിതനായ ഉസ്മാൻ സൈത്തും ബീവിയുടെ നെഞ്ചിൽ ചവിട്ടി താഴെയിടുകയും താഴെയിട്ട് മുഖത്തും തലയിലും മർദ്ദിക്കുകയുമായിരുന്നു. ക്രൂരമായി പരിക്കേറ്റ സൈത്തും ബീവിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകത്തിന് കേസെടുത്ത പോലീസ് ഉസ്മാനെ കസ്റ്റഡിയിലെടുത്തു. പുനലൂർ HSOJ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ അനീഷ് കുമാർ, വൈശാഖ്, ശിശിര, സിവിൽ പോലീസ് ഓഫീസർ അജിത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.